2026 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലെ LDFിൻ്റെ സ്ഥിതി എന്താകും? ആകെ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ LDF പൂർണ്ണ തോതിൽ ഒരു സ്ഥലത്തും ഭരണമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അങ്ങനെ ഒന്ന് കേരളത്തിൽ 2026 സംഭവിക്കുമോ? UDFിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ UDFിന് കേരളത്തിൽ ഇപ്പോൾ 2 പ്രാവശ്യവും തോറ്റിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് തുടർ ഭരണം LDFിന് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവുകയും 2 പ്രാവശ്യവും, അതായത് 10 കൊല്ലത്തോളം ഇപ്പോൾ UDF കേരളത്തിൽ ഭരണത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാറ്റാനായിട്ട് 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കുന്ന UDFിന് ഭരണപക്ഷത്തെത്താനായിട്ട് സാധിക്കുമോ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് BJPക്ക് ഇത്തവണ, അതായത് 2016 BJP നേമത്ത് അക്കൗണ്ട് തുറന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞ് 2021 ആ അക്കൗണ്ട് പൂട്ടി. അപ്പോൾ BJPക്ക് നിലവിൽ നിയമസഭയിൽ സീറ്റുകളൊന്നും തന്നെ ഇല്ല. അതിനൊരു മാറ്റം, അതായത് BJPക്ക് ഇത്തവണ കേരളത്തിൽ എത്ര സീറ്റുകൾ ലഭിക്കും? അക്കൗണ്ട് തുറക്കുമോ? ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഈ 3 ചോദ്യങ്ങളും വളരെ പ്രധാനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2026. അതിനിടയിൽ തന്നെ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ പലതരത്തിലുമുള്ള നിരീക്ഷണങ്ങളും എല്ലാം തന്നെയും പുറത്തു വരുന്നുണ്ട്. ഈ 2026 പല സർവേ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും 2026 ഒരു UDF തരംഗമുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം, ആ ഒരു ചോദ്യത്തിനുള്ള എടുത്തു പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് UDF തരംഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവെന്ന് തന്നെയാണ് പല തരത്തിലുമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇതുവരെ വന്ന ചില സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്, അതായത് നിലവിൽ 10 കൊല്ലത്തോളം ഭരണത്തിലിരിക്കുന്ന LDF സർക്കാരിന് മീതെ പല തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ പോലും LDFിൻ്റെ സീറ്റുകളിൽ എത്രത്തോളം കുറവ് സംഭവിക്കും ഇത്തവണ എന്നുള്ളത് തന്നെയാണ് ചോദ്യമെന്ന് പറയുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് LDF ഒരു സമ്പൂർണ്ണ പരാജയമായി കേരളത്തിൽ മാറാനായിട്ടുള്ള സാധ്യത നിലവിൽ ഈ സർവേകൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. പലതിലും പറയുന്നുണ്ട് 50 സീറ്റുകളിൽ മുകളിൽ കിട്ടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. അതായത് ഈ 50 എന്ന് പറയുന്നത് 60-65 വരെയൊക്കെ ചില സർവേകളിൽ കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ UDFിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ UDFിന് നിലവിൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരം അത് മുതലാക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്രത്തോളം എത്തിയിട്ടുണ്ട്? അതായത് 100 എന്ന ആ ഒരു വലിയ സംഖ്യയിലേക്ക് എത്താൻ സാധിക്കുമോ? 100 കടക്കാൻ സാധിക്കുമോ? അതല്ല എന്നുണ്ടെങ്കിൽ UDFിന് ഭരണത്തിൽ ഏത് തരത്തിലെത്താൻ സാധിക്കുമെന്നുള്ള ചോദ്യം. ശരിക്കും പറഞ്ഞാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം UDF നിലവിൽ വന്ന കണക്കുകൾ പ്രകാരം, അല്ലെങ്കിൽ സർവേ കണക്കുകൾ പ്രകാരമാണെങ്കിൽ UDFിന് ഒരു വലിയ തോതിലുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയം കിട്ടാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് UDFിൻ്റെ സീറ്റുകളിൽ ഒരു മാറ്റം സംഭവിക്കും, പക്ഷേ അത് ഗണ്യമായി വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ല എന്നും, അതോടൊപ്പം തന്നെ അതൊരു 80 വരെയൊക്കെ പോകുന്ന തരത്തിലോട്ടായിരിക്കും കാര്യങ്ങളെന്നുമാണ് പല സർവേകളിലും പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ UDFിന് ഭരണം കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും UDFിന് ഒരു വലിയ തോതിലുള്ള ഒരു വിജയം കൊയ്യാനായിട്ട് സാധിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തത്തില്ല എന്ന് തന്നെയാണ് ഇവിടെയും വ്യക്തമാകുന്നത്. അതിൽ ചിലതിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന തരത്തിൽ ഒരു തൂക്കുസഭ പോലും ആകുന്ന തരത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറാമെന്നുള്ള തരത്തിൽ. അതായത് ഒരു UDF തരംഗം വലിയ തോതിൽ ആഞ്ഞടിക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ 2026 ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും എന്തുതരം ട്വിസ്റ്റ് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇനിയും സമയം കിടപ്പുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ തരം മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് BJP. ഇവിടെ BJP ഒരു നിർണായക ശക്തിയായിട്ട് വരുമോ എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് BJP ഇവിടെ എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ BJPക്ക് സാധിക്കും? നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആ ഒരു മിന്നും നേട്ടം അത് തീർച്ചയായിട്ടും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യം. ശരിക്കും BJP കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും BJPക്ക് നിലവിൽ ഇവിടെ സീറ്റുകൾ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അത് സർവേകളും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സർവേകളിൽ പോലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് 2 സീറ്റുകൾ പറയുന്നുണ്ട്,
4 സീറ്റുകൾ വരെയും പറയുന്നുണ്ട്. ചിലപ്പോൾ 4-ൽ കൂടുതൽ കിട്ടാനായിട്ടും സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും BJP നിലവിൽ പലയിടങ്ങളിലും 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പല നിയമസഭാ മണ്ഡലങ്ങളിലും അവിടെയൊക്കെ തന്നെ BJPയുടെ പ്രവർത്തന രീതികൾ അടിസ്ഥാനമാക്കിയായിരിക്കും 2026-ലെ ഒരു വിജയവും പരാജയവും കണക്കാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും BJPക്ക് 2026-ല് ഒരു നിർണായക ശക്തിയായി വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ കണക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന UDFന്റെ കാര്യം, കോൺഗ്രസിന് നിലവിലും ഈ ഒരു തരത്തിൽ ഒരു വമ്പൻ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നിലവിൽ ഈ പറയുന്ന തരത്തിൽ LDFനെ നേരിടാനായിട്ട് കോൺഗ്രസ് പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കഴിഞ്ഞ തവണയും ആ ഒരു തരത്തിൽ സീറ്റുകൾ തൂത്തുവാരിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് LDFനാണെങ്കിൽ ആകെ ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് വന്നപ്പോഴത്തേക്കും ആദ്യ തവണ കിട്ടിയതിനേക്കാളും സീറ്റുകൾ നേടാനായിട്ട് LDFന് സാധിച്ചിരുന്നു. പക്ഷെ അന്ന് പല ഘട്ടങ്ങളും LDFന് അനുകൂല ഘടകമായിട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രതികൂല ഘടകമായിട്ടും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് LDF അന്ന് 100ഓളം സീറ്റുകളിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഇപ്പോഴും UDF കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളെല്ലാം തൂത്തുവാരുന്ന ഘട്ടത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഒരു സീറ്റ് LDFനും ഒരു സീറ്റ് BJPക്കും നേടാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024-ൽ കേരളത്തിലേത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും 2019 ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈ 10 കൊല്ലത്തെ LDF ഭരണം അത് പൂർണ്ണമായി LDFനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പ് എന്തായാലും അതിനിർണായകമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വമ്പൻ തരംഗമെന്നല്ലാതെ ഒരു ചെറിയ മുൻതൂക്കം ഇപ്പോൾ UDFന് കാണുന്നുണ്ടെങ്കിൽ പോലും അത് 2026 തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഫലപ്രദമായി UDFന് അനുകൂലമായി മാറുമെന്നുള്ളതും അതല്ല അവിടെ ഒരു അട്ടിമറി LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതും തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഒരു നിർണായക ശക്തിയായിട്ട് BJPക്ക് ഇവിടെ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതും ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.